സ്വന്തം ഇഷ്ടാ അതോ വീട്ടുകാർ പറഞ്ഞിട്ടോ? ഞാൻ പറയുന്നത് നീ ഓർത്തു വെച്ചോ. ഒരാളെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും അവരവരെടുക്കുന്ന തീരുമാനങ്ങളാ. നീ വർക്ക്ഷോപ്പിൽ കിടന്ന് ചീഞ്ഞ് പണിയെടുത്തോ. അവിടെ ഒരാളെ നീ ചെയ്ത പ്രോഗ്രാമിൻ്റെ അടുത്ത എപ്പിസോഡ് പ്ലാൻ ചെയ്തു തുടങ്ങി. നിന്റെ പ്രോഗ്രാം പോപ്പിക്കൂടെ ബ്രാൻഡ് ചെയ്തു. 1.5 ലക്ഷം രൂപയ്ക്ക് 1.5 lakhs. വർത്താനം പറഞ്ഞ ഫ്ലെയിഞ്ചർ എടുത്ത് മാറ്റി വെച്ചേ. ആശാനെ, ഞാൻ ഇപ്പൊ തന്നെ ആശാനെ. ആശാൻ വിളിക്കുന്നു. ചെന്ന് ഫ്ലെയിഞ്ചർ എടുത്ത് കൊടുക്ക്. ഇത് നമ്മൾ തമ്മിൽ ഒത്തു കളിച്ചാന്ന് അവരൊക്കെ അറിയും. എൻ്റെ ജോലിയും പോവും. ഞാൻ എന്ത് ചെയ്യാൻ ചേർത്തേട്ടാ? കുറച്ച് ദിവസം പനിയാന്ന് പറഞ്ഞ സിക്ക് ലീവ് എടുത്താലോ? അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അടുത്തയാഴ്ച ഈ പ്രചണ്ഡമാരുതൻ വീണ്ടും ഉയർന്നു വരില്ലേ? കാര്യങ്ങൾ വല്ലാത്തൊരു ദിശയിലേക്ക് യാത്രയാവുകയാണ്. ഒരു കൊളാഷ് ചിത്രം പോലെ. കറുത്തിരുണ്ട ടെറാക്കോട്ട പോലെ. ശരത്തേട്ടാ, എൻ്റെ ഉള്ളിൽ തീയാ. താൻ ആ പയ്യനോട് വരാൻ പറയും. ഞാൻ വിളിക്കില്ല. ഞാൻ വിളിക്കാം. ആഴ്ചയിൽ ഒരു 10,000 രൂപ ഞാൻ അങ്ങോട്ട് തരും. അത് കൈപ്പറ്റി ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക. സോറി സർ, രൂപയുടെ അല്ല, ഞാൻ ചെയ്ത പ്രോഗ്രാം അത് വേറെ ആളുടെ പേരിൽ വരാൻ എനിക്ക്. തന്റെ സംഭാഷണങ്ങളിലൊക്കെ പ്രസരിച്ചിരിക്കുന്ന ആത്മഭാവം ഞാൻ ശ്രദ്ധിക്കേണ്ടായി. അത് അഹങ്കാരമാണ്. ഞാൻ പോയിക്കോട്ടെ സർ. പ്രത്യാഘാതം ഭീകരമായിരിക്കും. ശരി സർ. എന്തായി? എന്തിനാ അയാൾ വിളിപ്പിച്ച്? ഇവിടുത്തെ ഏറ്റവും വലിയ ആളാരാ? അത് ഡിക്സനച്ചനാ. എന്താ കാര്യം? ഒന്ന് കാണാൻ പറ്റുമോ? അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഏറ്റവും എളുപ്പം കാണാൻ അച്ഛനെയാ. ന്യൂസ് ഓണറായി. ഓക്കെ. എക്സ്ക്യൂസ് മൈ ഫാദർ. ഫാദർ, എൻ്റെ പേര് ഫാദർ, എൻ്റെ പേര് അലൻ. പെട്ടെന്നൊരാൾ കയറി വന്ന് പറയുന്നു അയാളാണ് ഈ പ്രോഗ്രാം ചെയ്തതെന്ന്. ഞങ്ങൾ ആര് പറയുന്നത് വിശ്വസിക്കണം? ഈ സൺഡേ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യണം. ഇന്ന് ബുധനാഴ്ചയായി. ഇവരാണ് ഷൂട്ടിങ്ങിന് പോലും പോയിട്ടില്ല. ഈ ആഴ്ച പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് എ ഹ്യൂജ് ലോസ്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണം. എന്താ ശരത്ത് ഇത്? എനിക്കൊരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. അടുത്ത ആഴ്ച പ്രോഗ്രാം പോകുമോ ഇല്ലയോ? ആൻസർ മീ ശരത്. യു ആർ റെസ്പോൺസിബിൾ. ഞാൻ തന്നെയാണ് ഫാദർ ഈ പ്രോഗ്രാം ചെയ്തത്. എനിക്ക് ഇയാൾ ആരാന്നുകൂടെ അറിയില്ല. സൺഡേ പ്രോഗ്രാം പോകും ഫാദർ, ഉറപ്പായിട്ടും. താൻ എന്താ വിചാരിച്ചേ? ഒരു ചാനലിൽ കയറി വന്ന് എന്ത് തോന്നിവാസോ പറയാവുന്നു? ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ പോലീസിൽ പിടിപ്പിക്കേണ്ടതാണ്. Get lost, get lost. സമൂഹത്തെയും സിനിമയും പ്രോഗ്രാം സമയത്ത് ടെലികാസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ പഴയ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞാൽ പ്രഷറാണ് മിസ്റ്റർ ശരത്, പ്രഷർ. ആ പോപ്പി അംബർലാസിനോട് ഞാൻ എന്ത് എക്സ്ക്യൂസ് പറയും? ഇത്രയും നാളില്ലാത്ത ഒരു പനി അവൻ എവിടുന്ന് വന്നു? അതിലെന്തോ കള്ളത്തരമുണ്ട്.
ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം ഇത്രയും കൂടുതൽ ആളുകൾ കണ്ട പ്രോഗ്രാം വേറെ ഇല്ല. എനിക്കിപ്പോൾ തന്നെ അതിൻ്റെ കൃത്യമായ എക്സ്പ്ലനേഷൻ വേണം. എന്നെ കൊണ്ട് കടുത്ത തീരുമാനമൊന്നും എടുപ്പിക്കരുത്. തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അലന് ഒരു ശൈവ താണ്ഡവത്തിന്റെ നൃത്ത ഗാംഭീര്യമുണ്ട്. സർ, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം? ഹേ, അതൊന്നുമല്ല. അടുത്ത ആഴ്ച മുതൽ ഈ പ്രോഗ്രാം ചെയ്യേണ്ടത് താങ്കളാണ്. സർ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല സർ. ഞാൻ പ്രതീക്ഷിച്ചു ഈ റിയാക്ഷൻ. അപ്രതീക്ഷിതമല്ലേ? ഓ സർ. ഇപ്പോൾ തന്നെ ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തോളൂ. എന്താണ് സാർ ഈ എഗ്രിമെന്റ്? ഇത് ചാനലിന്റെ ഒരു സംവേദന ശൈലിയാണ്, ഒരു ബോധ ജാഗ്രത. ജസ്റ്റ് ഫോർ സേഫ്റ്റി പർപ്പസ്. വെരി ഗുഡ്. ശുഭദിനം. താങ്ക് യു സർ. മോനെ അല, ആരാണാ പോയത്? ടമർ പട ടമറായിരുന്നല്ല. ആർദ്രഗീതങ്ങളിലേക്ക് സുസ്വാഗതം. രാഗദേവനെന്ന ഓമന പേർ ചൊല്ലി വിളിക്കാവുന്ന നമ്മുടെ ദേവരാജൻ മാസ്റ്ററുടെ ഗാനവീചികൾ. ആ ഉദ്യാനത്തിൽ നിന്നും ഒരിതൾ പറിച്ച് നിങ്ങളുടെ മുന്നിൽ ഞാൻ അർപ്പിക്കുമ്പോൾ കേൾക്കാൻ ഇളവന്നൂർ മഠത്തിലെ ഒരു ഇണക്കുയിൽ കാതോർത്തിരിക്കുന്നത് ഞാൻ കാണുന്നു. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. പ്രോഗ്രാം നല്ല രസമായിട്ടുണ്ട് സർ. സാറിന് ടി വി കാണാൻ നല്ല ഗ്ലാമർ ആയിട്ടുണ്ട്. താങ്ക് യു. എക്സ്ക്യൂസ് മീ സർ. എല്ലാം പഠിച്ചോ? സർ, കൺസെപ്റ്റ് സർ. താങ്കൾ ബഡ്ജറ്റ് കൊണ്ടുവരൂ. നമുക്കിത് ഉടനടി ആരംഭിക്കാനുള്ളതല്ലേ? ഓ സർ, ബഡ്ജറ്റ്. ഞാൻ ഇതൊന്ന് എന്റെ വിചാര മണ്ഡലത്തിലിട്ട് വർക്ക് ചെയ്തിട്ട് നാളെ വിളിക്കാം. താങ്കൾ ഇപ്പൊ പൊയ്ക്കോളൂ. എനിക്ക് ക്ലയൻസുമായിട്ടൊരു കൂടിക്കാഴ്ചയുണ്ട്. ആ ഓക്കെ സർ. എക്സ്ക്യൂസ് മീ, ശരത് സാറ് സാറിന്ന് വന്നിട്ടില്ല. ഒരു പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതറിയില്ല, സാറ് വന്നാലേ പറയാൻ പറ്റൂ. മേരി സിസ്റ്റർ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ പറഞ്ഞല്ലോ, നീ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് 3 ദിവസമായിന്ന്. വീണ്ടും തുടങ്ങിയോ ഇളക്കം? അല്ല, രാവിലെ ഞാൻ ഈ കഷ്ടപ്പെട്ട് ചോറും പൊതിഞ്ഞിട്ട് തന്നിട്ട് നീ എങ്ങോട്ടേ പോണേ? ശരത് സാറ് ടൈം ഇത്ര ആയില്ലേ, ഇന്നിനി വരും തോന്നുന്നില്ല. എന്ത് പറ്റും മോനെ? ഇനി ഇതിന്റെ പേരിൽ കള്ളുടിക്കാൻ നിൽക്കണ്ട. അല്ലേ തന്നെ നിന്റെ മുഖം ചീഞ്ഞിരിക്കോ. നീ കഴിക്കും. ഹലോ, ആരാ സംസാരിക്കണേ? ആ ഡാ അല, നിനക്കൊരു ഫോൺ. ഞാൻ വന്ന്. ആരാ? എന്താ? എനിക്കറിയാൻ പാടില്ല. അയാളെ തന്നെ സാറേ എന്നാ വിളിക്കണേ. ഹലോ അലൻ, ഞാൻ ശരത് സാറാണ്. ഓ ഹലോ സാർ, ഞാൻ എത്ര തവണ ചാനൽ വന്നിട്ടുണ്ടായിരുന്നു, സാറുണ്ടായിരുന്നില്ല. ഒന്നും പറയണ്ടല്ല, ഒരു പനി വന്ന് എന്നെ ആകെ തകർത്ത് കളഞ്ഞു. അത് വിട്, ഞാൻ വിളിച്ച മറ്റൊരു വിഷയം പറയാം. നാളെ ഉച്ചയ്ക്ക് 12:15 പ്രോഗ്രാം പോണം. അതെങ്ങനെ ചെയ്യും സാർ? ഇപ്പൊ സമയം രാത്രി 11:30 ആയില്ലേ? അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല അലൻ. റൂൾസ് ആർ റൂൾസ്. മുദ്രപത്രത്തിൽ ഒപ്പുവെച്ച ഓർമ്മയില്ലേ?
പ്രോഗ്രാം ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:15 പോയില്ലെങ്കിൽ ചാനലിന് ഈ പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്ന വീക്ക്ലി ഇൻകം, അതായത് 2 lakhs rupees മിസ്റ്റർ അലൻ ചാനൽ നൽകേണ്ടി വരും. അപ്പൊ മറക്കണ്ട, നാളെ പ്രോഗ്രാം പോയിരിക്കണം. അല്ല സാറേ, രാത്രി ഞാനെന്ത് ചെയ്യാനാ? അലനൊരു മായിക താരമല്ലേ, എന്തും സാധിക്കുമല്ലോ. സാധിച്ചില്ലെങ്കിൽ നേരത്തെ ഫോൺ എടുത്തത് തന്റെ അമ്മയല്ലേ, അമ്മയോട് പറയും ഒരു 2 ലക്ഷം രൂപ റെഡിയാക്കി വെച്ചേക്ക്. തിങ്കളാഴ്ച തന്നെ വേണം കേട്ടോ. അല്ല സാറേ, ക്യാമറ എഡിറ്റിങ് ഇതൊന്നും ഇല്ലാണ്ട് ഞാനെങ്ങനെ പ്രോഗ്രാം ചെയ്യാനാ? ചാനലിലൊരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, അതിനിടയിൽ തനിക്ക് ക്യാമറ കിട്ടുമോന്നറിയില്ല. ഏതായാലും ഞാൻ പറഞ്ഞു എന്നൊന്ന് പറഞ്ഞു നോക്ക്. അപ്പോ ബെസ്റ്റ് ഓഫ് ലക്ക് മിസ്റ്റർ അലൻ. ഹലോ ഹലോ സാർ. എന്താടാ? ഹലോ. അത് ഒന്നുമില്ല. മതി ശരത്തേട്ടാ, മതി. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ചാനൽ ഗസ്റ്റ് ഹൗസിൽ പോപ്പിക്കുടിയുടെ MDയും വരുന്നുണ്ട്. ഷോ കാണാൻ. പ്രോഗ്രാം റിപ്പീറ്റ് പോകുന്ന കണ്ടിട്ട് അച്ഛനും മാർക്കറ്റിംഗിലെ ആ കഷണ്ടിയും നിന്ന് വേർക്കും. നീ ഈ രാത്രി എങ്ങോട്ടാ പോണേ? ഒന്ന് പാലാരട്ടെ പോരെ. ഞാനിപ്പോ വരാം.